എൻ്റെ പേര് ആര്യ എസ് മണിക്ക്. ഞാനൊരു സുംബ ഇൻസ്ട്രക്ടറാണ്. ആരോഗ്യമാനന്ദം വൈബ് ഫോർ വെൽനസ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എല്ലാ ദിവസവും വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്ട്രെച്ചിങ്ങിനെ പറ്റിയാണ് നമ്മളിപ്പോൾ പരിചയപ്പെടാൻ പോകുന്നത്. ആദ്യം നമുക്ക് ബേസിക്കായിട്ട് ചെയ്ത് തുടങ്ങേണ്ടത് നമ്മൾ ഷോൾഡർ റൊട്ടേറ്റ് ചെയ്യാണ്. ഷോൾഡർ ഒരു 3 പ്രാവശ്യം ബാക്കിലേക്കും ഒരു 3 പ്രാവശ്യം ഫ്രണ്ടിലേക്കും ചെയ്യുന്ന രീതിയിൽ. അതായത് 2 and 3, പിന്നെ തിരിച്ചു 1, 2 and 3 അങ്ങനെയും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കഴുത്ത് റൊട്ടേറ്റ് ചെയ്യാണ് ക്ലോക്ക് വൈസ് ആൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ്. ഇനി തിരിച്ച് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്യാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ കൈകൾ നീട്ടി വെച്ചിട്ട് ഒരു സൈഡിലേക്ക് സ്ട്രെച്ച് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഒരു കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചു വയ്ക്കുക. ഈ ഷോൾഡർ ലെവൽ താഴ്ത്തി വെക്കാനാണ് നമ്മൾ നോക്കേണ്ടത്. അതായത് ഇങ്ങനെ പിടിച്ചിട്ട് വെച്ചിട്ട് ഷോൾഡർ ലെവൽ താഴ്ത്തിട്ട് സ്ട്രെച്ച് ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത്. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡും ചെയ്യുക. ഈ സ്ട്രെച്ച് ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മൾ കാലുകൾ നീട്ടി വെച്ചിട്ട് ഇങ്ങനെ നിന്നിട്ട് ഒരു സൈഡിലേക്ക് നീങ്ങാനും നോക്കുക. അതായത് ഒരു സൈഡിലേക്ക് ഒന്ന് സ്ലാൻഡ് ചെയ്യുന്ന രീതിയിൽ പോവാൻ നോക്കുക. 1 and 2. അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ കൈ നീട്ടി വെക്കുക, സ്ട്രെച്ച് ചെയ്യുക, ഈ ഷോൾഡർ താഴ്ത്തി പിടിക്കുക, അങ്ങനെ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൈകൾ പൊക്കി പിടിച്ചിട്ട് നമ്മൾ ഒരു റൊട്ടേഷൻ എടുക്കുക. അതേപോലെ തന്നെ തിരിച്ചും റൊട്ടേറ്റ് ചെയ്ത് വരിക. സോ സ്റ്റാർട്ട് ഫ്രം ഹിയർ. 1 and 2. സ്ക്വാട്ട് എന്ന് പറയുന്നത് നമ്മൾ മുട്ടുമടക്കി നിവർന്ന് ഇരിക്കുന്നതിനെയാണ് സ്ക്വാട്ട് എന്ന് പറയുന്നത്. അതായത് ഇവിടുത്തെ 2 സൈഡിലെ ഉള്ള മസിൽസ് സ്ട്രെച്ച് ആവുന്നതാണ്. താഴ്ന്നു പോവാതെ നിവർന്നിരിക്കാൻ തന്നെ ശ്രമിക്കുക. ഒരു 5 സെക്കൻഡ് അങ്ങനെ ഇരിക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. 1, 2, 3, 4 and 5. അതേപോലെ തന്നെ നമ്മൾ സ്ക്വാട്ട് ഫുള്ളായിട്ട് അങ്ങ് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ നോക്കാം. അതായത് താഴെ വന്ന് ഇങ്ങനെ ഇരുന്നിട്ട് ഈ കാലിൻ്റെ 2 കണ്ണിലും ഇങ്ങനെ പിടിക്കുന്ന രീതിയിൽ ഇരിക്കുക. ഒരു 5 സെക്കൻഡ്സ്. 1, 2, 3, 4 and 5. ഇനി നമ്മൾ കാല് ഒന്ന് നീട്ടി വെച്ചിട്ട് കാല് ഒരു 3 പ്രാവശ്യം പുറത്തേക്കും അകത്തേക്കും ഒരു 3 പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുക. 1, 2, 3. ഒന്നുകൂടെ. ഇനി നമ്മൾ ഒരു കാല് പൊക്കി നമ്മുടെ മുട്ടുമടക്കി ചെസ്റ്റിൻ്റെ ലെവലിൽ എത്തുന്ന രീതിയിൽ ഒന്ന് മടക്കി പിടിച്ചിട്ട് ഇങ്ങനെ പിടിക്കുക. ഒരു 5 സെക്കൻഡ്സ്. 1, 2, 3, 4, 5. അതേപോലെ തന്നെ അടുത്ത കാലം 1, 2, 3, 4 and 5. ഇനി നമുക്ക് കാല് ബാക്കിലേക്ക് മടക്കി പിടിക്കുന്ന രീതിയിൽ ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു 5 സെക്കൻഡ്സ്. 1, 2, 3, 4, 5. അതേപോലെ തന്നെ അടുത്ത കാലം 1, 2, 3, 4, 5. ഇത് ചെയ്യുമ്പോൾ ബാലൻസ് കിട്ടിയില്ലെങ്കിൽ അടുത്ത് എവിടെയെങ്കിലും ഒരു മതിലുണ്ടെങ്കിൽ അതിലൊന്ന് താങ്ങി പിടിച്ചിട്ട് നിന്ന് ചെയ്താലും മതി. ഈ കാണിച്ചു തന്ന സ്ട്രെച്ചിങ് ഒക്കെ നിങ്ങൾക്ക് ദിവസേന ചെയ്യാൻ പറ്റുന്നതാണ്. വെറും ഒരു 5 മിനിറ്റ് മാത്രം മാറ്റി വെക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പം മറക്കണ്ട, ആരോഗ്യമാനന്ദം വൈബ് ഫോർ വെൽനസ്. കുട്ടികൾക്ക് ചെയ്യാൻ പറ്റുന്ന ചില സ്ട്രെച്ചിങ് മെത്തേഡ്സ് ആണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. ആദ്യമേ നമ്മൾ ജമ്പിങ് ജാക്സ് ചെയ്യാം. ഒരു 5 ടൈംസ്. 1, 2, 3, 4 and 5. അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്രോസ് ജാക്സ് ആണ് ചെയ്യാൻ പോകുന്നത്. 1, 2, 3, 4 and 5. അത് കഴിഞ്ഞിട്ട് നമ്മൾ കൈ പൊക്കുകയും കാല് പൊക്കുകയും ചെയ്യുന്ന രീതിയിലുള്ളതാണ് ചെയ്യാൻ പോകുന്നത്. 1, 2, 3, 4 and 5. പിന്നുള്ളത് ഓപ്പോസിറ്റ് സ്ട്രെച്ചിങ് ആണ്. 1, 2, 3, 4 and 5. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്ട്രെച്ചിങ് നമ്മളിപ്പോൾ പരിചയപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. മുതിർന്നവർക്കൊപ്പം കുഞ്ഞുങ്ങളും ആരോഗ്യകരമായ ഒരു ജീവിതശൈലി പിന്തുടരട്ടെ. ആരോഗ്യമാനന്ദം വൈബ് ഫോർ വെൽനസ്.